أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيرتي أدركني يا رسول الله بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവിടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാവ് നൽകുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവിടെ കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കൾ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂടെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്ക് അനുയോജ്യമായ ഇണകളെ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കൂലിപ്പണി ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, വാഹനമോടിക്കുന്നവർ, അവർക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ചില ഇസ്മുകളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇസ്മുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഈമാനാണ്, സത്യവിശ്വാസമാണ്. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിലുണ്ടായിട്ടും, വലിയ കൊട്ടാര സമുച്ചയങ്ങൾ ഉണ്ടായിട്ടും, വീടുണ്ടായിട്ടും, മരണസമയത്ത് നാവിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ, ഈമാനോടെ മരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? എന്ത് അർത്ഥമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈമാൻ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ. ചോദിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈമാൻ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ. ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ലഭിക്കാൻ അത്യധികം മഹത്വമുള്ള ഒരു ദുആനെ കുറിച്ചാണ്. ഏതാണ് ആ ദുആ എന്ന് നമുക്ക് നോക്കാം. യാ ഹന്നാനു യാ മന്നാനു സബ്ബിത്നാ അലൽ ഈമാൻ. യാ ഹന്നാനു യാ മന്നാനു സബ്ബിത്നാ അലൽ ഈമാൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിന് പിന്നിലെ ആ അത്ഭുത ചരിത്രം എന്താണ്? ഈ ഇസ്മിൻ്റെ യാ ഹന്നാനു യാ മന്നാനു സബ്ബിത്നാ അലൽ ഈമാൻ എന്നതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പിന്നിലെ ആ അത്ഭുത ചരിത്രം എന്താണ്? അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോസ് മുഴുവനായി കാണുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. നമ്മൾ സാധാരണ ചൊല്ലാറുള്ള ഈ ദിക്റിലെ 2 വാക്കുകൾ അല്ലാഹുവിൻ്റെ അത്യധികം പവിത്രമായ നാമങ്ങളാണ്.
ഒന്നാമത്തത് യാ ഹന്നാൻ. ഹന്നാൻ എന്നാൽ തൻ്റെ സൃഷ്ടികളോട് അതിരറ്റ ദയയും വ്യാകുലതയും കരുണയും കാണിക്കുന്നവൻ എന്നാണ്. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യാ മന്നാൻ. മന്നാൻ എന്നാൽ ഉപകാരങ്ങൾ ചെയ്യുന്നവൻ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാത്തതുപോലും വാരിക്കോരി നൽകുന്ന മഹാനായവൻ അല്ലാഹുവാണ്. ഏകനായ അല്ലാഹു ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കാത്തതുപോലും വാരിക്കോരി നൽകുന്ന മഹാനായ അല്ലാഹു. അതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് സബ്ബിത്തിനാ അലൽ ഈമാൻ. സബ്ബിത്തിനാ അലൽ ഈമാൻ എന്നതാണ്. അതായത് പടച്ചവനെ, ഈ രണ്ട് നാമങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനി ഉറപ്പിച്ച് നിർത്തേണമേ. ഈ രണ്ട് നാമങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈമാനി നിലനിർത്തേണമേ എന്ന്. എത്ര മനോഹരമായ അർത്ഥമാണ് ഇതിനുള്ളത്. ഈ ദിക്റിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായ ചരിത്രമുണ്ട്. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണിത്. നാളെ പരലോകത്ത് നരകത്തിൽ 1000 വർഷം കിടക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. തീഷ്ണമായ ആ നരകാഗ്നിയിൽ അനുഭവിക്കുമ്പോഴും ആ മനുഷ്യൻ നരകത്തിൽ കിടന്നുകൊണ്ട് നിരന്തരം ഒരു ദിക്ർ ചൊല്ലി കരയുകയായിരുന്നു. അതായത് യാ ഹന്നാൻ യാ മന്നാൻ, യാ ഹന്നാൻ യാ മന്നാൻ എന്ന് ഈ മനുഷ്യനിങ്ങനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ചൊല്ലുകയാണ്. ഈ ദിക്ർ ചൊല്ലി കരയുമായിരുന്നു. അതായത് യാ ഹന്നാൻ യാ മന്നാൻ എന്നത് ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു. നീ പോയിട്ട് നരകത്തിൽ കിടന്നുകൊണ്ട് യാ ഹന്നാൻ യാ മന്നാൻ എന്ന് വിളിക്കുന്ന ആ എൻ്റെ അടിമയെ അന്വേഷിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിൽ ചെന്നു ആ വിശ്വാസിയെ കണ്ടെത്തുകയും അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നരകത്തിൽ കിടന്ന ഒരു മനുഷ്യനെ 1000 വർഷങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തിയത് അല്ലാഹുവിൻ്റെ ഈ 2 തിരുനാമങ്ങളാണെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ ഇത് പതിവാക്കിയാൽ അല്ലാഹു നമ്മെ നരകത്തിൽ നിന്നും ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും എത്രത്തോളം കാത്തു രക്ഷിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇതിൽ നിന്ന് നമുക്കൊരുപാട് മനസ്സിലാക്കാം. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ ഏറ്റവും ഉന്നതമായ ഒരു ദിക്റാണ് യാ ഹന്നാൻ യാ മന്നാൻ സബ്ബിത്തിനാ അലൽ ഈമാൻ. ഈ ദിക്ർ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇസ്മുൽ അഅ്ളമാണ്. ഉത്തരം തള്ളപ്പെടാത്ത അല്ലാഹുവിൻ്റെ വലിയ നാമമാണ് ഈ ദിക്ർ. ചില പണ്ഡിതന്മാർ ഇസ്മുൽ അഅ്ളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉത്തരം തള്ളപ്പെടാത്ത അല്ലാഹുവിൻ്റെ വലിയ നാമമാണെന്നും അടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് നമ്മൾ പതിവാക്കാൻ ശ്രമിക്കുക. ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷവും ദുആ ചെയ്യുമ്പോഴും ഈ നാമങ്ങൾ ചൊല്ലി അല്ലാഹുവെ വിളിക്കുക. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ വരുമ്പോൾ യാ മന്നാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഈ ഇസ്മു നമ്മളെന്താണ് മനസ്സിലെന്താണ് ചൊല്ലുക. ഇത് നമ്മുടെ ഹൃദയത്തിന് വലിയ ശാന്തി നൽകും. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ അല്ലാഹു കാത്തു രക്ഷിക്കുമെന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും മരണസമയത്ത് ഈമാനോടുകൂടെ മരിക്കുന്ന സദ്വൃത്തരിൽ ഉൾപ്പെടുത്തട്ടെ. നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയും മരണസമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കുന്ന സദ്വൃത്തരിൽ ഉൾപ്പെടുത്തട്ടെ. നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇതുപോലുള്ള നല്ല അറിവുകളുമായി വീണ്ടും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് റാഹത്ത് നൽകുമാറാവട്ടെ. എല്ലാവരുടെ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ഈ വീഡിയോസ് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കാം. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സാ രീതികൾ, ചൊല്ലാനുള്ള ദിക്റുകൾ, ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ഈമാനോട് കൂടെ മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.